വെൽക്കം ടു ബൈബിൾ ഇൻസൈറ്റ്സ് ക്വസ്റ്റൻ ആൻസർ സെഷൻ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എന്റെ സ്നേഹ വന്ദനം. ഐ ആം ഡോക്ടർ ഗ്ലാഡിസ് മാത്യൂസ് ഫ്രം ബാംഗ്ലൂർ. ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ആത്മീക വളർച്ചയെ പരിപോഷിപ്പിക്കുന്ന പ്രധാന ഘടകമാണ് വേദപുസ്തക വായനയും വേദപുസ്തക പഠനവും. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ മനസ്സിൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും വേദപുസ്തക അടിസ്ഥാനത്തിൽ നിന്ന് ഒട്ടും വ്യതിചലിക്കാതെ ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് ഈ സെഷനിൽ കൂടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പ്രേക്ഷകരുടെ മനസ്സിൽ ദീർഘനാളുകളായി ഉണ്ടായിരുന്ന പല ചോദ്യങ്ങൾക്കും കഴിഞ്ഞ ക്വസ്റ്റൻ ആൻസർ സെഷനുകളിൽ വ്യക്തവും തൃപ്തികരവുമായ മറുപടി തരുവാൻ ഇടയായതിൽ സന്തോഷമുണ്ട്. പ്രശസ്ത ഹീബ്രു ബൈബിൾ സ്കോളറും വേദ അധ്യാപകനുമായ ഡോക്ടർ ബാബു ജോൺ വേട്ടമല സർ വേദപുസ്തക അടിസ്ഥാനത്തിൽ നിന്നും ഒട്ടും വ്യതിചലിക്കാതെ ആധികാരികമായി നിങ്ങളുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും മറുപടി തരുവാൻ ഇന്നും നമ്മോടൊപ്പമുണ്ട്. വെൽക്കം ടു ദിസ് സെഷൻ സർ. പ്രേക്ഷകരിൽ നിന്നും വളരെയധികം ചോദ്യങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. ഈ സെഷനിലെ ഒന്നാമത്തെ ചോദ്യം 2 തെസ്സലോനിക്കർ 1-ാം അധ്യായം 6-7 വചനങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. വചനം ഇങ്ങനെ പറയുന്നു: കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ ആശ്വാസവും പകരം നൽകുന്നത് ദൈവസന്നിധിയിൽ നീതിയല്ലോ. ചോദ്യം ഇതാണ്: കർത്താവിന്റെ 2-ാം വരവിൽ ദൈവസഭ, അതായത് കർത്താവിൽ നിദ്ര പ്രാപിച്ചവരും ജീവനോടെ ശേഷിക്കുന്ന വിശുദ്ധന്മാരും ദൈവമക്കളായി ആരും ഇവിടെ ഇല്ലല്ലോ. ഈ സമയത്ത് ദൈവസഭ ഭൂമിയിൽ ഉണ്ടാകുമോ? കർത്താവിന്റെ 2-ാം വരവിന് ശേഷം അധർമ്മമൂർത്തിയുടെ കാലം ആണല്ലോ. നമ്മളത് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്: കർത്താവ് സഭയെ ചേർക്കാൻ വരുന്ന സഭയുടെ ഉൽപ്രാവണത്തിൽ ദൈവസഭ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടും. എടുക്കപ്പെടുന്നത് വരെ സഭയെ പീഡിപ്പിച്ചവരിവിടെ ഉണ്ട്. ഇന്ന് കാഹളം തുനി ഞാൻ എടുക്കപ്പെട്ടു. ഇന്ന് വരെ എന്നെ പീഡിപ്പിച്ചവർ ഈ ഭൂമിയിലുണ്ട്. 7 വർഷം കഴിഞ്ഞ് ഞാനിങ്ങ് വരിക. ആരെ കാണാൻ? എന്നെ പീഡിപ്പിച്ചവരെ കാണാൻ. തേജസ്സിന്റെ സിംഹാസനം വെക്കും. സകല ജാതികളെയും കൂട്ടി വരുത്തും. ചെമ്പരിയാടിനെയും കോലാടിനെയും വേർതിരിക്കുന്നവർ വേർതിരിക്കും. പീഡിപ്പിച്ചവർക്ക് പീഡ, അവരാൽ പീഡ അനുഭവിച്ച ദൈവമക്കൾക്കോ കർത്താവിനോടുകൂടി ആശ്വാസം. സിമ്പിൾ, വെരി സിമ്പിൾ. അതിനപ്പുറത്തേക്ക് ആവശ്യമില്ലാത്ത അർത്ഥതലങ്ങൾ അന്വേഷിച്ച് പോയാൽ ആശയക്കുഴപ്പിൽ നീ ജന്മം രക്ഷപ്പെടാൻ പോകുന്നില്ല. താങ്ക് യു വെരി മച്ച് സർ. അടുത്ത ചോദ്യം, ഒരേ സംഭവത്തെ പറ്റി 2 സുവിശേഷങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തെ പറ്റിയാണ്. മത്തായി സുവിശേഷം 8-ാം അധ്യായം 28-ാം വാക്യത്തിൽ അവൻ, അതായത് യേശു, അക്കരെ ഗദരേനരുടെ ദേശത്തെ എത്തിയാറെ 2 ഭൂതഗ്രസ്തർ ശവക്കല്ലറകളിൽ നിന്ന് പുറപ്പെട്ട് അവനെ എതിരെ വന്നു. ഇതേ വിഷയം മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ അവർ അക്കരെ ഗദരദേശത്തെത്തി പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്ന് അവനെ എതിരേറ്റു. ഒരു സുവിശേഷത്തിൽ 2 ഭൂതഗ്രസ്തർ എന്നും മർക്കോസിന്റെ സുവിശേഷത്തിൽ ഒരു മനുഷ്യൻ എന്നും പറഞ്ഞിരിക്കുന്നു. ഈ വ്യത്യാസം എന്തുകൊണ്ട് ഭവിച്ചു? ഈ വ്യത്യാസം എന്തുകൊണ്ട് ഭവിച്ചു എന്ന് ചോദിച്ചാൽ അതിന് ഒന്നിലധികം മറുപടികളുണ്ട്. ഒന്നാമത്തെ മറുപടി, വിശുദ്ധ വേദപുസ്തകം നമുക്ക് തരുമ്പോൾ അത് വിശ്വസനീയമായിരിക്കണമെന്ന് ദൈവത്തിന് നിർബന്ധമുണ്ട്. ദാറ്റ് ഈസ് ദി ആൻസർ നമ്പർ 1. ഒരു സംഭവം വിശ്വസനീയമാണെങ്കിൽ അതിന് ദൃക്സാക്ഷി വിവരണം ഉണ്ടായി, അതിന് റിട്ടൺ ഡോക്യുമെന്റ് ഉണ്ടായി.
റിട്ടൺ ഡോക്യുമെൻ്റ് ഉണ്ടായിരിക്കണം. ആ റിട്ടൺ ഡോക്യുമെൻ്റ് ദൃക്സാക്ഷി വിവരണം ഒന്നിലധികം ഉണ്ടായിരിക്കണം. ഒരാൾ പറയുന്നതിന് ഡിറ്റോ ആയിരിക്കരുത് വേറൊരാൾ പറയേണ്ടത്. ഒരേ സംഭവമാണ്, രണ്ടുപേര് പറയുമ്പോൾ രണ്ട് രീതിയാകും. ഇതിന് മൾട്ടിപ്പിൾ അറ്റസ്റ്റേഷൻ എന്ന് പറയും. മുമ്പ് ഞാനൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്, മൾട്ടിപ്പിൾ അറ്റസ്റ്റേഷൻ. രണ്ട്, ദൈവവചനം എന്ന് പറയുന്നത് the message is God's and the method is man's. മെസ്സേജ് ദൈവത്തിൻ്റെയാ, അതിൽ കൺവേ ചെയ്യുന്ന മെസ്സേജ്. അവിടെ മെത്തേഡ് എന്ന് പറയുന്നത് മനുഷ്യൻ അതിനെപ്പറ്റി മനസ്സിലാക്കിയതും അവൻ്റെ ഭാഷയും അവൻ്റെ വെക്കാബുലറിയും അവൻ്റെ പ്രസൻറ്റേഷനും ഒക്കെയാണ്. ഇത് no two men are never ditto. No two men are never ditto. അവൻ ഡിറ്റോ ആണെങ്കിൽ അവിടെ ഫോർജറി, അവിടെ രണ്ടുപേരും കൊണ്ടിരുന്ന് വേലതരം കാണിച്ച് അന്യോന്യത്തോട് ചെയ്ത ഡിറ്റോ അല്ല എന്നുള്ളതാണ് ഇതിൻ്റെ വിശ്വസനീയത. ഇതാണ് അതിൻ്റെ രണ്ടാമത്തെ ആൻസർ. അതിൻ്റെ മൂന്നാമത്തെ ആൻസർ, ഈ മൂന്ന് പേരുടെയും സോഴ്സസ് ഡിഫറൻ്റ് ആണ്. ഈ സംഭവം നടക്കുമ്പോൾ കർത്താവിൻ്റെ കൂടെ ഉള്ള ആളാണ് മത്തായി. മത്തായി കർത്താവിൻ്റെ കൂടെ ഉണ്ട്. ഈ സംഭവം നടക്കുമ്പോൾ അലക്സാണ്ട്രിയ യൂണിവേഴ്സിറ്റിയിൽ മെഡിസിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ് ലൂക്കോസ്. ഈ സംഭവം നടക്കുമ്പം ചുമ്മാ വീട്ടിൽ ചൊറിയും കുച്ചുകൊണ്ടിരിക്കുന്ന നല്ല വീട്ടിലെ ഒരു ഉദാസീനായ ചെറുക്കനാണ് മർക്കോസ്. ഉണ്ടല്ലോ. ഈ സംഭവം ഏതാണ്ട് ഒരു 60 വർഷം കഴിഞ്ഞു, 60 years മിനിമം, അല്ല മോർ ദാൻ 60 years കേട്ടോ. അപ്പം മർക്കോസ്, ആൾക്കാർ പറഞ്ഞു, മർക്കോസ് നീ പൗലോസിന്റെ പ്രസംഗം ഏറ്റുവച്ച് നടക്കുകയില്ലയോ, പത്രോസിന്റെ. ഈ പുള്ളി മരിക്കാറായി, ഇദ്ദേഹം പ്രസംഗിച്ച് നിനക്കറിയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കാം ഫ്യൂച്ചർ ജനറേഷൻ കൊടുക്കുന്നതിന് വേണ്ടി. മർക്കോസ് പത്രോസ് കേട്ടതിൽ നിന്ന് പറഞ്ഞു കേട്ട് എഴുതി വെച്ചു. മർക്കോസ് അവിടെ ഇല്ല. പത്രോസ് ആണെങ്കിലോ പുള്ളി എഴുത്തിയാട്ടക്കാരനാണ്. പുള്ളിക്ക് ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ് ഉണ്ട്. അതുകൊണ്ട് ഈ ഡീറ്റെയിൽസ് എത്തിയത് കാളവെട്ടെന്ന് പറഞ്ഞാൽ കയറെടുക്കുന്നൊരു പറച്ചിലുണ്ട് നാട്ടില്. ഇതേ പുള്ളി ഒരു കാച്ചൻ മൈന്യൂട്ട് ഡീറ്റെയിൽസ് എത്തിക്കത്തില്ല. കർത്താവ് പറഞ്ഞ എത്രയോ കാര്യങ്ങൾ പുള്ളിക്ക് പിടിയിട്ടിട്ടില്ല. പിടിയിട്ടേ കയറി മറുപടി എഴുതിയാടുന്നു. അപ്പം ഈ റാന്നിയുടെ പറച്ചിലുണ്ട്, ഏക്കെന്താ പൂക്കെന്താ എനിക്കത് ഏമ്പത്ത് കിഴവെട്ടിയെന്ന്. ഈ കാട്ടിക്കിടക്കുന്ന കാട്ടുജാതിക്കാര് തേക്കിന്റെ കമ്പ് വെട്ടി അവന് കുടിൽ പണിയാൻ, തേക്ക് മാത്രം വെട്ടരുത് ബാക്കിയൊക്കെ വെട്ടിക്കൊണ്ടെന്ന് അവനോട് പറഞ്ഞിട്ടുണ്ട്. ഇതറിഞ്ഞ് ഫോറസ്റ്റ് ഓഫീസർ ഇവനെ രണ്ട് കുത്തിന് പിടിച്ച് 2 പേരിട്ട് വിടാം. ആരും അതിനകത്ത് തേക്ക് കമ്പ് വെട്ടാന്ന് ചോദിച്ചു. ഇവന്റെ പിടിക്കണേ. ഇവൻ ചോദിച്ചു, ഏക്കെന്താ പൂക്കെന്താ ഏമ്പത്ത് കിഴവെട്ടി എന്ന് പറഞ്ഞ പോലെ അങ്ങനെ കാര്യങ്ങൾ കാണുന്ന ഒരു സ്വഭാവമുള്ള ആരായിരുന്നു പത്രോസ്. അങ്ങനെയല്ല അവസാനിക്കുന്നത്, ലാസ്റ്റ് വരുമ്പോൾ അങ്ങനെയല്ല, പക്ഷെ ആദ്യം അങ്ങനെ ആയിരുന്നു. അപ്പോൾ പത്രോസിന്റെ പ്രസംഗത്തിൽ മൈന്യൂട്ട് ഡീറ്റെയിൽസ് ശ്രദ്ധിക്കാറില്ല. പത്രോസിന്റെ പ്രസംഗങ്ങൾ മുഴുവൻ നമ്മൾ വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഈ പത്രോസ് പ്രസംഗിച്ചതാണ് ഈ മർക്കോസ് എഴുതിയിരിക്കുന്നത്. മർക്കോസിന്റെ പ്രസംഗത്തിൽ ഒരൊറ്റ ഇൻസിഡന്റിന്റെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഇല്ല. അത് മർക്കോസ്. ദാറ്റ് ഈസ് മർക്കോസ്. ഇനിയും തീർന്നില്ല. ഇനിയും ഈ സംഭവം വായിച്ചാര്? മത്തായി വർഷങ്ങൾ കഴിഞ്ഞ്. ചേട്ടാ, ഈ ചെറുക്കൻ എന്താ എഴുതിയിരിക്കുന്നത്? ഒരു ഭൂതഗ്രസ്തനോ, ഒരു മനുഷ്യനോ, ഒരു മനുഷ്യനാണോ? എടാ, 2 ഭൂതഗ്രസ്തരല്ലേ വന്നത്? അപ്പൊ ഈ മർക്കോസിന്റെ സുവിശേഷത്തിന്റെ അപ്ഡേറ്റ് ഓർ കറക്ഷനാണ് മത്തായിയുടെ സുവിശേഷം. മർക്കോസിന്റെ പുറകെ പോയിട്ട് എന്ത് ചെയ്തു? ഇതെല്ലാം
കറക്റ്റ് ചെയ്തിട്ട് പറഞ്ഞ ഇവിടെ 2 ഭൂതഗ്രസ്തരുണ്ടായിരുന്നു. അപ്പൊ ഇനി ഒരു ചോദ്യം, പിന്നെ എങ്ങനെയാ മർക്കോസിൽ ഒരാളായത്? കേട്ടോണേ, ഈ സംഭവം കഴിഞ്ഞ് 60 വർഷം കഴിഞ്ഞു. 60 വർഷം കഴിഞ്ഞ് ആരെങ്കിലും മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഓർത്തിരിക്കുമോ? ഇനി വേറൊരു കാര്യമുണ്ട്. ഇതിനെപ്പറ്റിയുള്ള നല്ല റിസർച്ച് റൈറ്റേഴ്സ് ഉണ്ട്. ബെസ്റ്റ് ഓഫ് ദി വെരി ബെസ്റ്റ് റിസർച്ച് റൈറ്റേഴ്സ് ഉണ്ട്. ഈ ഫിലോജുഡീസ് അലക്സാണ്ടർസ് ആണ് ഏറ്റവും നല്ല ബെസ്റ്റ് ഓഫ് ദി റിസർച്ച് റൈറ്റർ. ഫിലോജുഡീസ് അലക്സാണ്ടർസ് ആണ്. ഈ ഫിലോജുഡീസ് അലക്സാണ്ടർസിന്റെ റൈറ്റിംഗ്സ് നമ്മുടെ ബൈബിൾ കോളേജിൽ ഒന്നും കേട്ടതേയില്ല. എന്നിട്ട് എന്ത് ചെയ്യാന്? കേട്ടിട്ട് എന്ത് ചെയ്യാന്? വേറൊരു കാര്യം. അപ്പം അവിടെ 2 ഭൂതഗ്രസ്തരുണ്ട്. വൺ വാസ് സോ ഫെറോഷ്യസ്. യേശു വരുന്നവർ ഒറ്റ അലർച്ചയാ. നമുക്ക് ഇങ്ങനെയാണത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിൻ്റെ എക്സ്പ്ലെയിൻ നമ്മുടെ എൻ്റെ വ്യാഖ്യാനമല്ലേ, എൻ്റെ സ്റ്റഡിയാണത്, വ്യാഖ്യാനമല്ല. ഇവൻ കരയാ, ചങ്ങലയൊക്കെ അവനങ്ങ് തന്നെ പൊട്ടിക്കുക. അവൻ്റെ ഇന്നർ കോൺഷ്യൻസിന് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. പക്ഷെങ്കിൽ അതിനെ സബ്ഡ്യൂ ചെയ്തിരിക്കുക ഡിമോണിക് സ്പിരിറ്റ്സ്. ഇപ്പം നമ്മൾ ഒരുത്തന്നെ തലയണ വെച്ച് അമത്തുക, അവന് ശ്വാസം വിടാൻ പറ്റുന്നില്ല. എൻ്റെ ബോധമനസ്സിലുള്ള കുഴപ്പമുണ്ടോ? ഇല്ല. അപ്പോഴാരോ ഒരുത്തിനടുത്ത് വരും തോന്നുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് പടയ്ക്കും, എന്നെ രക്ഷിക്കുമോ എന്ന്. അപ്പൊ കർത്താവ് വരുമ്പോഴേക്കുണ്ടല്ലോ, ഒന്ന് ഡിമോണിക് സ്പിരിറ്റിനോട് നിൽക്കാനൊക്കത്തില്ല, പിന്നെ അവർ പിടിവിട്ടേക്കത്തുള്ളൂ. ഇവന്റെ ഇന്നർ കോൺഷ്യൻസ് പരിശുദ്ധാത്മാവായിട്ടുള്ള സംവാദം തുടങ്ങിക്കഴിഞ്ഞു. നമ്മുടെ അകത്ത് നിന്ന് നമുക്ക് വേണ്ടി വാദിക്കുന്ന നമ്മുടെ ഇന്നർ സ്പിരിറ്റ്. ഇവൻ പെട്ടെന്ന് ഈ പിശാചിന്റെ പിടിപിടിച്ച് ഒറ്റ ഓട്ടം അലറിക്കൊണ്ട് ഒന്നും കാൽക്കൽ വീഴുക. മറ്റവൻ അത്രയും ഈ ഭാവഭേദങ്ങൾ ഉണ്ടാകുന്നില്ല. അവൻ വന്നു, കർത്താവിനെ സൗഖ്യമാക്കി. പക്ഷേ പബ്ലിക്കിന്റെ അറ്റൻഷൻ എല്ലാം ആർക്കേ കിട്ടിയുള്ളൂ? ഈ ആദ്യം വന്നവന് കിട്ടിയുള്ളൂ. ഓക്കെ. പക്ഷെ മത്തായിക്ക് അറിയാൻ 2 പേരുണ്ടായിരുന്നു. 2 ഡിമോണിയൊക്കെയാണെന്നറിയാം. മത്തായി എഴുതിയ കാര്യങ്ങളാണ് ലേറ്റർ ലൂക്കോസ് വായിക്കുന്നത്. ലൂക്കോസ് അന്നേരം സീനിലില്ല. ലൂക്കോസ് സീനിൽ വരുന്ന പിൽക്കാലത്ത് പത്രോസ്, പൗലോസ് സീസറിയയിൽ ജയിലിലായിരുന്നു. കൈസറിയയിൽ 2 വർഷം ജയിലിൽ കിടക്കുന്ന സമയത്ത് ലൂക്കോസ് ചേച്ചി വെറുതെ ഇരിക്കാതെ ആൾക്കാരെല്ലാം ഒന്ന് കണ്ട് ഒരു ഇന്റർവ്യൂ നടത്തി യേശുക്രിസ്തുവിനെ പറ്റിയുള്ള മാക്സിമം വിവരങ്ങൾ ശേഖരിക്കാവുന്ന. അതിന് ലൂക്കോസിന് വേറെ റീസൺ ഉണ്ട്. ദർ ഇസ് അനദർ റീസൺ ഫോർ ദാറ്റ്. സുവിശേഷം എഴുതുന്നുള്ള റീസണിലല്ല ലൂക്കോസ് എഴുതിയത്. ലൂക്കോസ് ഒരു ലീഗൽ ഡോക്യുമെന്റ് ഉണ്ടാക്കുക. ലീഗൽ ഡോക്യുമെന്റ് ഉണ്ടാക്കുമ്പോൾ വസ്തുത എന്താണെന്ന് അറിയണം. യേശുക്രിസ്തു നേരിട്ട് ഇടപെട്ട ആളുകളെയും കർത്താവിനെ കണ്ട ആളുകളെയും സംസാരിച്ച ആളുകളെല്ലാം പോയി കണ്ട് 2 വർഷം കൊണ്ട് ഈ യെരുശലേം യഹൂദ്യ ശമര്യ മുഴുവൻ നടന്ന ആൾക്കാരെ കണ്ട് ഡീറ്റെയിൽസ് എടുത്തിട്ട് ഒറ്റ കാര്യം പുള്ളിക്ക് ബുദ്ധിമുട്ടുണ്ടായുള്ളൂ, ക്രൊണോളജി ഫിക്സ് ചെയ്യാൻ. ഏതാദ്യം ഏത് രണ്ടാമത് ഫിക്സ് ചെയ്യാൻ ഒരിക്കലും കഴിയത്തില്ല. കാര്യം ഇപ്പം പെറിയേല് ആർക്കാർക്ക് അറിഞ്ഞില്ല അതിനു മുമ്പ് കർത്താവ് ഇവിടെ ആയിരുന്നത്. ഗലീലിന്റെ സംഭവം നടന്നു, സൗഖ്യം നടന്നു. ഈ ഗലീല വരുന്നതിന് മുമ്പ് കർത്താവ് ഇവിടെ ആയിരുന്നു, അവർക്ക് അറിയത്തില്ല. അവിടുന്ന് എങ്ങോട്ട് പോയെന്നേ അവർക്ക് അറിയത്തുള്ളൂ. ഇതാണ് സുവിശേഷങ്ങൾ നമുക്ക് ക്രോണോളജിക്കൽ ഓർഡറിൽ ഫിക്സ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ട് വരുന്നത്. അപ്പം എന്തുകൊണ്ട് നമുക്ക് 3 വിശദീകരണം ഉണ്ടായി? ഒന്ന്, ഒരു സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷൻ, അതിൻ്റെ accuracy ഇല്ല. 2, ഒരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ, കാരണം ദൃക്സാക്ഷിയാണ് മത്തായി. 3, ഒരു റിസർച്ച് ഇൻഫർമേഷൻ, അത് ലൂക്കോസിന്റെ. ഇങ്ങനെയാണ് ഈ ഗോസ്പൽസ് കാണേണ്ടത്. അങ്ങനെ ഗോസ്പൽസ് പഠിക്കാൻ കഴിയത്തില്ലെങ്കിൽ
നമുക്ക് ഞാൻ മുമ്പേ അവൻ്റെ ഏക്കുന്ന പൂക്കുന്ന ഏമർത്തിനെ പറ്റി അതെ പറഞ്ഞു. അതെ തീർച്ചയായിട്ടും അത് ഇത് തീർച്ചയായിട്ടും. കണ്ടുകൊണ്ട് ചില മുസ്ലിങ്ങൾ പറയും ദ ബൈബിൾ കോൺട്രഡിക്റ്റ് ചെയ്യുന്നു, ഉം, ഉം, ബൈബിൾ കോൺട്രഡിക്റ്റ് അവനെന്താ പറയാ. ഉം. ഓക്കെ, now let's go Thank forward. you very much, sir. ശിഷ്യന്മാരെല്ലാവരും വ്യത്യസ്ത സ്വഭാവമുള്ളവരും നമ്മളെ പോലെ തന്നെ സാമാന്യ Yes, മനുഷ്യരുമായിരുന്നു എന്ന്. of Yeah, course, of course, of course. സംശയം എന്താ? yeah. Thank ഇത്. you. ഉം, അടുത്ത ചോദ്യം, ഉം, ആഖാന്റെ കുടുംബം ഉം, യഹോവയുടെ നിയമം ലംഘിച്ചു. ഉം, ആഖാന്റെ കുടുംബത്തെയും അവന്റെ സകലവുമായി ആഖോർ താഴ്വരയിൽ കല്ലെറിഞ്ഞ് ചുട്ട് കളഞ്ഞതായിട്ട് നാം വായിക്കുന്നു. ഉം. ചോദ്യം ഇതാണ്, ആഖാനും കുടുംബവും നിത്യരാജ്യത്തിൽ കാണുന്നു. തുടരുന്നു, മരുഭൂമിയിൽ മറുതലിച്ച ഇസ്രയേല്യർ പട്ടുപോയി. ഇവർ നിത്യതയിൽ പ്രവേശിക്കുമോ? ഇവർ രണ്ട് കൂട്ടരും നിത്യതയിൽ പ്രവേശിക്കും. ഏത് നിത്യതയാണെന്നുള്ള ചോദ്യമുള്ളൂ. നിത്യ സ്വർഗമുണ്ട്, നിത്യ നരകമുണ്ട്. ഇത് രണ്ടും നിത്യതയാണ്. നമ്മുടെ ചോദ്യം ഇതിൽ ഏത് നിത്യതയിൽ പോകുന്നുള്ളതാണ്. ഇതിൽ ഏത് നിത്യതയിലോട്ട് പോകുന്നുള്ള ചോദ്യമുണ്ട്. Eternal hell or eternal heaven? നിത്യതയാണ്. നമ്മൾ നോക്കിക്കോണേ, ഇത് രണ്ടിടത്തും ഇവർ അനുദപിച്ചതായിട്ട് പറയുന്നില്ല. ഉണ്ടോ? ഇല്ല. മരുഭൂമിയിൽ പട്ടുപോയ ആരും അനുദപിച്ചില്ല. ഒന്ന്. ആഖാന്റെ കുടുംബം അനുദപിച്ചോ? ഇല്ല. ഈ ഭൂമിയിൽ ദൈവം അവർക്ക് ജീവിക്കാൻ അവസരം അനുവദിച്ചില്ല. ദൈവത്തിന്റെ ഭൂമിയിൽ അനുവദിച്ചില്ലെങ്കിൽ പിന്നെ ദൈവത്തിന്റെ സ്വർഗത്തിലാണ് അനുവദിക്കുന്നത്. ഈ ഭൂമിയിൽ അവൻ ഈ ദൈവത്തിന്റെ ഭൂമിയിൽ, ഓൺ മൈ പ്ലാനറ്റ് എർത്ത് യു ആർ നോ റൈറ്റ് ടു ലിവ്. ഞാൻ സൃഷ്ടിച്ച എൻ്റെ ഭൂമിയിൽ നിനക്ക് ജീവിക്കാനുള്ള പെർമിഷൻ നഷ്ടപ്പെട്ടു പോയി. പിന്നെ എവിടെ പോയി ജീവിക്കാമെന്ന്? സ്വർഗത്തിലല്ലേ. ഐഡിയ കൊള്ളാം, മനസ്സിൽ വെച്ചാൽ മതി. ഒരു കാരണവശാലും നിത്യനരകത്തിലേ ഉള്ളൂ. ക്ലിയർ ആൻസർ, സർ. അടുത്ത ചോദ്യം, റോമാലേഖനം 1-ാം അധ്യായം 11-ാം വാക്യത്തിൽ ചോദ്യകർത്താവ് ഇംഗ്ലീഷിലാണ് അത് ചോദിച്ചിരിക്കുന്നത്. For I long to see you so that I may impart some spiritual gift to you that you may be established. നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി ആത്മീകപരം വല്ലതും നിങ്ങൾക്ക് നൽകേണ്ടതിനും, അതായത് നിങ്ങൾക്കും എനിക്കും ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്താൽ നിങ്ങളോടുകൂടെ എനിക്കും ആശ്വാസം ലഭിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്നു. ചോദ്യം ഇതാണ്, സ്പിരിച്വൽ ഗിഫ്റ്റ് ഇമ്പാർട്ട് ചെയ്യുവാൻ സാധിക്കുമോ? ഹീബ്രു ലാംഗ്വേജിൽ ഇത് എങ്ങനെയാണ്? ഹീബ്രു ലാംഗ്വേജിൽ അങ്ങനെ തന്നെയാ പറഞ്ഞിരിക്കുന്നത്. നഥാൻ എന്ന റൂട്ട് വേർഡിൽ നിന്നാണ് അവർ വന്നിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ്. ഇനി സ്പിരിച്വൽ ഗിഫ്റ്റ് ഇമ്പാർട്ട് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചാൽ, ഒരാൾക്ക് സ്പിരിച്വൽ ഗിഫ്റ്റ് കൊടുക്കാൻ കാരണം ആദ്യം അയാൾ സഭയ്ക്കും പിന്നെ സഭയ്ക്ക് പുറത്തും അത് ഇമ്പാർട്ട് ചെയ്യുന്നതിനാണ് എല്ലാ ഗിഫ്റ്റും കൊടുത്തിരിക്കുന്നത്. ദൈവം എനിക്ക് ടീച്ചിങ് ഗിഫ്റ്റ് തന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്തിനാ? മറ്റുള്ളവർക്ക് അത് ഇമ്പാക്ട് ചെയ്യാൻ. ഞാൻ കുഞ്ഞായിരുന്നപ്പം, ഈ കം ഫ്രം ആൻ അഗ്രേറിയൻ ഫാമിലി. അപ്പോൾ ഈ സന്ധ്യയാകുമ്പോൾ ഈ പ്രസവിക്കാറായ പശുക്കളെയും ജസ്റ്റ് പ്രസവിച്ച പശുക്കളെയും മുറ്റത്ത് കൊണ്ട് കെട്ടും. മുറ്റത്ത് നല്ല പന്തലുണ്ട്. അപ്പോൾ ഈ പശുവിനെ നോക്കുന്ന ചുമതല എനിക്ക് വേണ്ടി കട്ടലിട്ടിട്ടുണ്ട്. ഞാനും അവിടെ കിടക്കുക. എൻ്റെ മൂത്ത പെങ്ങള് എന്നെ കളിയാക്കാനായിട്ട് അമ്മയോട് ചോദിച്ചു, അമ്മ ബാബുവിനും പശുവിനും വെള്ളം കൊടുത്തോന്ന് ചോദിക്കും. അപ്പം വീട്ടിലെല്ലാവരും ഉറക്കായപ്പോൾ ഞാൻ ഈ മണലേരെ മുട്ടുകുത്തി പ്രാർത്ഥിക്കും. ഇത് ഇഷ്ടത്തിന് വേണ്ടി, കർത്താവ് എനിക്ക് ജ്ഞാനം തരണം, ബുദ്ധി തരണമെന്ന്. ഒരു ദിവസം എൻ്റെ ഗ്രാൻഡ് ഫാദർ രാത്രി ഇങ്ങനെ, ഞങ്ങൾ കൃഷിക്കാരല്ലയോ, ദുഷ്ടജീവികളെല്ലാം പറമ്പിൽ കയറിടുന്നവരെ ഇങ്ങനെ ലൈറ്റ് അടിക്കാൻ അങ്ങനെ പോകുന്നുണ്ടേ. ഞാൻ ഈ മണൽ മുട്ടിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും പറഞ്ഞില്ല. അമ്മയോട് പറഞ്ഞു, നിനക്ക് 5 മക്കളുണ്ടല്ലോ, ഇവനായിരിക്കും ഏറ്റവും വലിയവനാകുമെന്ന്.
ദൈവം എനിക്ക് ഗിഫ്റ്റ് ഓഫ് നോളജ് ആൻഡ് വിസ്ഡം തന്നു. ഗിഫ്റ്റ് ഓഫ് വിസ്ഡം ആൻഡ് നോളജ് തന്നു. എൻ്റെ എഡ്യൂക്കേഷൻ എല്ലാം പിന്നെ വളരെ നല്ല രീതിയിൽ പോയി. അത് കഴിഞ്ഞ് ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങി. എൻ്റെ സ്റ്റുഡൻസൊക്കെ ബ്രില്യൻ സ്റ്റുഡൻസ് ആണ്. ഏത് മരക്കഴുതെ കൊണ്ട് മുന്നിലെത്തിയാലും അവൻ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സാകും. അത് ഞാൻ സെക്രട്ടറി ഫീൽഡിൽ ജോലി ചെയ്യുന്ന കാലത്ത്. അത് കഴിഞ്ഞ് ഞാൻ പാസ്റ്റർ മിനിസ്റ്റർ തുടങ്ങിയപ്പോൾ ഞാൻ കുഞ്ഞുങ്ങളുടെ തുടങ്ങുന്നത്, കൊച്ചു പിള്ളേരെ പകൽ പഠിപ്പിച്ചു അവർക്ക് ഈ ലൈഫ് സ്കിൽസ് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങുന്നത്. എനിക്ക് ഈ കാര്യം അറിയത്തില്ല, ഈ ഇമ്പാർട്ടേഷൻ ഓഫ് വിസ്ഡം. എന്നോട് പറഞ്ഞു, നിന്റെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ് ഓഫ് നോളജ് ആൻഡ് വിസ്ഡം. നീ തലേ കൈവച്ച് കുഞ്ഞുങ്ങൾക്ക് ഇത് ഇമ്പാർട്ട് ചെയ്ത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഇമ്പാർട്ട് ചെയ്ത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഇപ്പൊ ബൈ ബർത്ത് ബൈ നേച്ചർ വളരെ ബുദ്ധി കുറഞ്ഞ, മന്ദബുദ്ധിയെന്ന് ആൾക്കാർ എഴുതി തള്ളിയ പോലെ എത്രയോ കുഞ്ഞുങ്ങളെ ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് അത്ഭുതമായ ജ്ഞാനം കൊണ്ട് ദൈവം വരെ നിറച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ച ചില കുഞ്ഞുങ്ങൾ ഇപ്പോൾ അവരെല്ലാം വലിയ ടോപ്പ് ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും വലിയ കൺസൾട്ടൻസും ഒക്കെയാണ്. അതിൽ ഒരാളുടെ കാര്യത്തിൽ ബർമിംഗമിലെ ഏറ്റവും വലിയ സ്കൂൾ പറഞ്ഞു, ഈ കുഞ്ഞിനെ പഠിപ്പിക്കാൻ വേറെ ടീച്ചേഴ്സിനെ വേറെ ബുക്സ് ഞങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വന്നു. അതുപോലെ ബ്രില്യൻ്റ്. അവൻ നല്ല സബ്മിസീവ് ആയിരുന്നു. അവനും അവൻ്റെ പേരൻസും അവൻ എന്നും എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ കൊണ്ടിരുന്നു. സൺ ഓഫ് ദ ടോപ്പ് ഡോക്ടേഴ്സ്. ഈ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോഴും എന്നെ കാണാൻ വരും. പേരൻസ് എന്നോട് ഭാവങ്ങൾ അന്ന് ഞങ്ങളുടെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചതാണ് ഞങ്ങൾ ഇത്രയും ഉയർന്ന നിലയിലെത്തിയത്. ഇന്നലെ ഞാൻ കേംബ്രിഡ്ജ് എന്ന് പറയുന്ന ടൗണിൽ ഒരു പ്രധാന മീറ്റിങ്ങിന് പോയതാണ്. ഞാനവിടെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരുപാട് പേരൻസ് കുഞ്ഞുങ്ങളുമായിട്ട് വന്നു. സാറെ കുഞ്ഞിൻ്റെ തലയിൽ ഒന്ന് കൈവച്ച് പ്രാർത്ഥിക്കണം. ദൈവം എനിക്ക് തന്ന ഗിഫ്റ്റാ, ഗിഫ്റ്റ് ഓഫ് നോളജ് ആൻഡ് വിസ്ഡം എന്ന് പറയുന്നത്. അത് ഞാൻ ഇമ്പാർട്ട് ചെയ്ത് പ്രാർത്ഥിക്കാൻ ദൈവം എന്നോട് പറഞ്ഞതിൻ്റെ കാരണം ഇവരെല്ലാവരും ഗിഫ്റ്റ് ഉള്ളവരായി തീരണം. ഇത് എൻ്റെ കഞ്ഞി കുടിക്കാനുള്ള മാർഗമല്ല. ഞാനിതുകൊണ്ട് പുട്ടടിക്കാനല്ല ദൈവം എനിക്ക് ഗിഫ്റ്റ് തന്നത്. എൻ്റെ അടുത്ത് വരുന്ന എല്ലാ കുഞ്ഞുങ്ങളും എന്നെക്കാട്ടിൽ നോളജും വിസ്ഡം ഉള്ളവരായി തീർന്ന് ഈ കാലഘട്ടത്തിലെ മഹാജ്ഞാനികളായിട്ട് മാറും. അല്ല, എനിക്ക് പോഞ്ഞിട്ട് വെക്കാനല്ല. അപ്പോസ്തലനായ പൗലോസിനെ പോലെ ദൈവജ്ഞാനത്തിൻ്റെ ആഴങ്ങൾ കണ്ട വേറൊരു ശുശ്രൂഷ ആ കാലത്തില്ലായിരുന്നു. തിമോഥെയോസിനോട് പറഞ്ഞു, ഇതാ എൻ്റെ കൈവെപ്പിനാൽ നിനക്ക് കൃപാവരങ്ങളുണ്ടല്ലോ. അപ്പൊ കൈവച്ച് പ്രാർത്ഥിക്കുക എന്താ സംഭവിക്കുന്നത്? ഗിഫ്റ്റ് അങ്ങോട്ട് ഇമ്പാർട്ട് ചെയ്യപ്പെടുക. ഗിഫ്റ്റ് ഇമ്പാർട്ട് ചെയ്യപ്പെടുക. ഇംഗ്ലണ്ടിൽ എനിക്കറിയാവുന്ന ഒരുപാട്, ഇപ്പം ആരെങ്കിലും കേൾക്കുകയാണ്, അവർ ഇത് താഴെ വന്ന് കമന്റ് പറയും. ഈ കുഞ്ഞുങ്ങളെ എഴുതിക്കാനായിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുവരും, ആദ്യാക്ഷരം എഴുതിക്കാൻ. ഞാൻ അവരെ മടിയിലെത്തി പ്രാർത്ഥിച്ചിട്ട് കയ്യെ പിടിച്ച് ABC മുഴുവൻ ABC മുഴുവൻ എഴുതി, ഗോഡ് ഈസ് ഗ്രേറ്റ്, ഗോഡ് ഈസ് ഗുഡ്, ഗോഡ് ഈസ് ലവ് എന്ന് എഴുതി അവരുടെ പേര് എഴുതി, പേരൻസിൻ്റെ പേരൊക്കെ എഴുതിയിട്ട് ആ ബുക്ക് പ്രാർത്ഥിച്ച് കീപ്പ് ചെയ്തോളം പറയും. ഇവരൊക്കെ ടെസ്റ്റ് മണി വരാൻ പറഞ്ഞാൽ 1-2 ടെസ്റ്റ് മണിയല്ല ഇതിനകത്ത് വരാൻ പോകുന്നത്. The way in which God used them. What is it? Imparting of wisdom. എനിക്ക് കിട്ടിയത് വിസ്ഡമാണ്. ചിലർക്ക് ഹീലിംഗ് മിനിസ്ട്രിയാണ്, ചിലർക്ക് പ്രൊഫറ്റിക് മിനിസ്ട്രിയാണ്, ഓരോരുത്തർക്ക് ഓരോ മിനിസ്ട്രിയാണ്. എനിക്കൊരു ടീച്ചിങ് മിനിസ്ട്രി ഉണ്ട്. അപ്പോൾ ടീച്ചിങ് മിനിസ്ട്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഐ ഷുഡ് ബി വൈസ് ഇനഫ് എന്നാ. വിവരമില്ലെങ്കിൽ വിവരമല്ല പറയത്തുള്ളൂ. അപ്പം ഇമ്പാർട്ടിങ് ഓഫ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് അതിപ്രധാനമായ ഒരു സന്ദേശമാണ് ആ ഗിഫ്റ്റ് ഉള്ളവർക്ക് ദൈവം കൊടുത്തിരിക്കുന്നത്. ചെറുക്ക് ഗിഫ്റ്റ് ഒന്നുമില്ല, അവർ കയറി ഇമ്പാർട്ട് ചെയ്യാൻ പോകുമ്പോഴേ പ്രോബ്ലം ഉണ്ട്. അവനേ മണ്ടനാ, അവനെ കൊണ്ട് കൈവപ്പിച്ച അത് മതി ഇത് വിവരദോഷിയാകാൻ. To conclude, answer it only yes.
എല്ലാ ഗിഫ്റ്റും ഇമ്പാർട്ട് ചെയ്യപ്പെടേണ്ടതാണ്. പൗലോസ് നല്ലോണം പറഞ്ഞു, ഐ എം കമ്മിങ് ദെയർ സോ ദാറ്റ് ഐ വിൽ ബി ഏബിൾ ടു ഇമ്പാർട്ട് സം ഓഫ് മൈ ഗിഫ്റ്റ് ടു യു. ദൈവം നിങ്ങൾക്ക് വലിയ റിസോഴ്സ്, പിന്നെ ഫൈനാൻസ് റിസോഴ്സ് തന്നിട്ടുണ്ട്. അത് നിങ്ങളുടെ ഗിഫ്റ്റാണ്. അതേക്കുറിച്ച് എനിക്ക് വേണം. എന്തിന്? പെങ്ങളുടെ മോളെ നേഴ്സിങ്ങിന് വിടാനല്ല. സ്പെയിനിൽ പോയി സുവിശേഷം ഇല്ല, അതിന് പൈസ ഇല്ല. സ്പെയിനിൽ പോയി സുവിശേഷം പൈസ അവിടെ പോകുമ്പോൾ പൈസ വേണ്ടേ? അപ്പം ഞാൻ എൻ്റെ ഗിഫ്റ്റ് കുറച്ച് നിങ്ങൾക്ക് അങ്ങോട്ട് തരാം. നിങ്ങളുടെ ആ നാച്ചുറൽ ഗിഫ്റ്റ് ഉണ്ടല്ലോ, എൻ്റെ സൂപ്പർ നാച്ചുറൽ നിങ്ങൾക്ക് തരും. നിങ്ങളുടെ നാച്ചുറൽ ഗിഫ്റ്റ് കുറച്ച് എനിക്ക് ഈ സുവിശേഷം ചെയ്യാൻ. That is absolutely biblical. Yes. Thank you. Thank you very much, sir. അവസാനമായിട്ട് ഈ സെഷനിൽ ഒരു ചോദ്യം കൂടെ ചോദിക്കുന്നു. മത്തായി സുവിശേഷം 5-ാം അധ്യായം 20-ാം വാക്യത്തിൽ നിങ്ങളുടെ നീതി പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് യേശു പറയുന്നു. ഈ വചനം നമ്മുടെ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തതായിരുന്നു. ചോദ്യകർത്താവ് ഗലാത്യ ലേഖനം 3-ാം അധ്യായം 10-ാം വാക്യം കൂടെ റെഫർ ചെയ്തിട്ടുണ്ട്. എന്നാൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിന് കീഴാകുന്നു. ഈ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം അതിൽ നിലനിൽക്കാത്തവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ചോദ്യം ഇതാണ്, ഇത് പരസ്പര വൈരുദ്ധ്യമായ വചനങ്ങളല്ലേ? ഇത് രണ്ടും രണ്ടാണല്ലോ. ന്യായപ്രമാണത്തിന്റെ റിച്വൽസ് ഉണ്ടല്ലോ, യാഗങ്ങൾ, ബലികൾ, നേർച്ച കാഴ്ചകൾ, ഉത്സവങ്ങൾ, പെരുന്നാളുകൾ, ശബത്തുകൾ. ഇത് ന്യായപ്രമാണത്തിന്റെ ആചാരങ്ങളാണ്. അത് തീർന്നു. പക്ഷെങ്കിൽ ദൈവം ഭാഗം നീതീകരിക്കപ്പെടുന്നതിന് വേണ്ടി നീ ചെയ്യേണ്ട ചില പ്രവൃത്തികളുണ്ട്. നീ ദൈവവൈതലാകാൻ ഒരു നീതി പ്രവൃത്തി ചെയ്യണ്ട. ദൈവവൈതലായ ശേഷം നീ നീതി പ്രവൃത്തി ചെയ്യണം. നന്മ ചെയ്യുവാൻ നാം നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. അതിൽ പരീശന്മാരുടെ ശാസ്ത്രപരമായ നീതി അവര് കിട്ടുന്നതിനെല്ലാം ദശാംശം കൊടുക്കും. ആഴ്ചയിൽ 2 നേരത്തെ ഫുഡ് അവർ മാറ്റിവെച്ച് ഉപവസിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആഴ്ചയിൽ 3 പ്രാവശ്യമെങ്കിലും ഫുഡ് മാറ്റി വെക്കണം. 3 ഫുഡ് ഒരാഴ്ച ഉപേക്ഷിക്കണം എന്ന് പറയുമ്പം രാവിലത്തെ ചപ്പാത്തി ബീഫാണ് ഇന്ന് ഉപവാസമാണ്. ഉച്ചയ്ക്ക് അത് കുറച്ചേട്ടം അടിച്ചേക്കാം. അല്ല, അതിൻ്റെ പൈസ നീ മാറ്റി വെക്കണം. നമ്മളാണ് നമ്മുടെ ഒരാഴ്ചത്തെ 3 ഫുഡിന്റെ പൈസ നമ്മൾ മാറ്റി വെക്കണം. ഇനി അവര് 10-ൽ 1 കൊടുത്താൽ മതി, നമ്മൾ 10-ൽ 1 പ്ലസ് ഒരു പൈസ കൊടുക്കണം. അപ്പൊ നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയിൽ കവിയണം. അത്രേ ഉള്ളൂ. സിമ്പിൾ ആൻസർ. നമ്മൾ മുമ്പ് ചെയ്തതാണ്. അന്ന് ആൾക്കാർ കേൾക്കാറില്ല. നമ്മുടെ സ്റ്റോറി കിടക്കുന്നേ ഉള്ളൂ. നമ്മുടെ സ്റ്റോറിൽ ഒരുപാട് ആൻസർ വരുന്നേ ഉള്ളൂ. ഇപ്പം വരും. ഗ്രേറ്റ്. ഓക്കെ. Thank you very much for the detailed explanation of all the questions, sir. പ്രേക്ഷകർക്ക് ഈ സെഷൻ അനുഗ്രഹമായി എന്ന് ഞങ്ങൾ കരുതുന്നു. തുടർന്നും നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും കമന്റ് ബോക്സിലോ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ വോയിസ് മെസ്സേജ് ആയിട്ടോ അയക്കാവുന്നതാണ്. അടുത്ത സെഷനുകളിൽ അതിന്റെ മറുപടി ബാബു സർ നൽകുന്നതായിരിക്കും. May God bless you all. Thank you once again.